Hello guys, welcome back to Amalz Dreamz. Today we are gonna make authentic crab curry. ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു ബൗൾ ചെറുള്ളി, 2 ടൊമാറ്റോ, 10 ഗാർലിക്, ഒരു കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ് പുതിന, 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടൊമാറ്റോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനു വേണ്ടി നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ട് 1/2 മുറിയുടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, സ്മോൾ ഒനിയനെ ഒരു 3-4 എണ്ണം വേണം, ഗാർലിക് വേണം ഒരു പിഞ്ച്, കറി ലീവ്സ്, ക്യുമിന് വേണം, ഫെനൽ വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, സിന്നമൺ സ്റ്റിക്ക് ഒരു ചെറിയ പീസ്, കാർഡമം 1, ക്ലോവ് 1. വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടാണ്, നന്നായി ക്ലീനാക്കിയ ഞണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടാറിയതിന് ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവ, അത് നന്നായിട്ട് ചുവന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് വയന്ന് റെഡ് കളറായതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. പിന്നീട് നമുക്ക് അതിലേക്ക് ചില്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറി ലീവ്സും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചില്ലി പൗഡർ, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴന്നെന്ന് മനസ്സിലാക്കാൻ അതിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങി വരുന്നൊരു പരുവത്തിലെത്തും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. പുളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി എല്ലാം യോജിപ്പിച്ച് അടച്ചു വെക്കുക. ഗ്രേവി നന്നായി കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കോക്കനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കോക്കനട്ട് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇത് റോസ്റ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്ത തേങ്ങ നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വെളിച്ചെണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞണ്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ക്രാബ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ആ മസാല ഗ്രേവിയിലേക്ക് ക്രാബ് നന്നായിട്ട് മസാലയൊക്കെ ചേർന്ന് നല്ല പരുവത്തിലായതിനു ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത കോക്കനട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് പിന്നീട് നമുക്ക് അതിലേക്ക് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറിയുടെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് എണ്ണ ഇറങ്ങി വന്ന രൂപത്തിലെത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളിവിടെ ക്രാബ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു നല്ല ടേസ്റ്റി ആയ ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Deep within, here we go, but somehow I'm caught in the middle. Is this the end before we've even begun? Should I work against the flow, a drop in the ocean so endless, reaching for